السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു കച്ചവടക്കാരൻ അയാളുടെ കച്ചവടം വിജയിക്കണമെങ്കിൽ ധാരാളം പൈസ മുതൽ മുടക്കുകയും ശാരീരികമായും മാനസികമായും ഒക്കെ അതിനുവേണ്ടി മെനക്കെട്ടാൽ മാത്രമേ അതിൽ നിന്ന് 10 രൂപ സമ്പാദിക്കാൻ പറ്റൂ. ഒരു തൊഴിലാളി നേരം വെളുത്ത് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മേളിലേക്ക് കയറി കെട്ടി തൂങ്ങി നിന്ന് പെയിൻ്റ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു തര പണികൾ നടത്തുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ 8-9 മണിക്കൂർ ജീവൻ പണയം വെച്ചിട്ടുള്ള പണി ചെയ്യുമ്പോഴാണ് 1000-ഓ 1200 രൂപയോ കൂലി കിട്ടുന്നത്. ഒരു ഹോട്ടലിലെ ജീവനക്കാരനായ മനുഷ്യൻ നേരം വെളുത്തയാൽ കിച്ചണിലേക്ക് കയറി സർവ്വ പണികളും നടത്തി അധ്വാനം നടത്തിയിട്ടാണ് മനുഷ്യരുടെ മുന്നിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ ഒരു ബിരിയാണിയോ ഒരു ഊണോ കൊണ്ട് സംവിധാനിക്കുന്നത്. എന്നാൽ ഒരു മുതൽ മുടക്കുമില്ലാതെ, ഒരു ശ്രമകരമായ അധ്വാനവുമില്ലാതെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ആദർശത്തെ വിറ്റുതുലച്ചുകൊണ്ട് ഇതിനെ എപ്രകാരം മാർക്കറ്റിംഗ് ചെയ്യാം, എപ്രകാരം അതിനെ മാർക്കറ്റിംഗ് ചെയ്താൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കുന്നുകൂട്ടാം, ഈ മതത്തിൻ്റെ പുരോഹിതന്മാരായി നടക്കുന്ന ഒട്ടനവധി മനുഷ്യർ ഒരു പ്രഭാഷണത്തിന് 25,000-വും 50,000-വും രൂപ മതത്തെ വിറ്റുകൊണ്ട്, മതത്തിൻ്റെ ആശയങ്ങളെ ഒരു വിൽപ്പന ചരക്കാക്കിക്കൊണ്ട്, മതത്തെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ആവിഷ്കരിച്ച് സെലിബ്രിറ്റികളായി മനുഷ്യരുടെ മുന്നിൽ ഈ പുതിയ കാലത്ത് പുതിയ വേഷം കെട്ടുമ്പോൾ, കാൽനടയായിക്കൊണ്ട് ഹജ്ജ് ചെയ്ത് ആ ഹജ്ജിലൂടെ പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന മനുഷ്യർ ആലോചിക്കണം. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ത്യാഗ പരിശ്രമങ്ങളിലൂടെ, അഗ്നി പരീക്ഷണങ്ങളിലൂടെ സ്വന്തം നാടും വീടും വിട്ട് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഉന്നതമായ വിജയത്തിനു വേണ്ടി, നാളെ പരലോകത്ത് നരകാഗ്നിയിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി അവർ അധ്വാനിച്ചത്, അവർ പാടുപെട്ടത്, അവർ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരുന്നത്, ജനങ്ങളുടെ കല്ലേറും കൂക്കുവിളികളും കേട്ടത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയായിരുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന മഹാരഥന്മാരുടെ, സാത്വികന്മാരുടെ പാരമ്പര്യമാണ് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പുതിയ കാലത്ത് എല്ലാം ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, എല്ലാം ഒരു വിൽപ്പന ചരക്കാക്കുമ്പോൾ, അവരുടെ സമ്പത്തിൽ ധാരാളം സമ്പാദ്യങ്ങൾ കുന്നുകൂടിയാലും നമ്മുടെ ആശയും കീശയും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ധനവും സമ്പാദ്യങ്ങളും മുഴുവനും നഷ്ടപ്പെട്ടാൽ ഈ പുരോഹിതന്മാരിൽ പലരും ഏകനായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടതിനു പകരം ബഹുദൈവ ആരാധനകളിലേക്ക് ക്ഷണിക്കുന്ന മനുഷ്യർ, അള്ളാഹുവിനോടൊപ്പം മഹാന്മാരെയും മഹത്തുക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഘോരഘോരം വാദിക്കുന്നവർ, അതേ ഹജ്ജിന് പോയി കാൽനടയായി പോയിട്ട് അതിൻ്റെ പേരിൽ പുതിയ ഔലിയ പട്ടം ചമഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവർ, ഈ മതത്തിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ കാതലിനെക്കുറിച്ച്,
അതിൻ്റെ മൂല്യവത്തായ ആദർശത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ ലോകം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാലും നാളെ പരലോകത്ത് നമുക്ക് നഷ്ടം സംഭവിക്കരുത്. നാളെ പരലോകത്ത്, അള്ളാഹുവിൻ്റെ പരലോകത്ത് സ്വർഗവാസികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ പേരും ആ സ്വർഗവാസികളുടെ ലിസ്റ്റിലുണ്ടാകണം. ഈ പുരോഹിതന്മാരുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, ഈ പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളിൽ നിന്ന്, ഈ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുരോഹിതന്മാരുടെ നടപടികളിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയതലങ്ങളിലേക്ക്, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയും ഖുർആൻ പഠിക്കുകയും ഖുർആൻ മനസ്സിലാക്കുകയും ഖുർആൻ അത് ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ, അവിടുത്തെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുധാവനം ചെയ്യുകയും നാം മാതൃകയാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ മതത്തിൻ്റെ ഗുരുവര്യർ. ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നന്മയിലേക്ക് നയിക്കുന്ന ആ പ്രവാചകൻ്റെ ചര്യയാണ് നാം പിൻപറ്റേണ്ടത്. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ പരിശുദ്ധമായ ഖുർആൻ, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശക്തിമത്തായ, ഒരിക്കലും തകർന്നു പോകാത്ത പരിശുദ്ധമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ പരിശുദ്ധ മതം, ഈ വിശുദ്ധ ഗ്രന്ഥം അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊരിക്കലും പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളിലേക്കും ഇത്തരം കാണാമറയത്ത് നടക്കുന്ന ഇത്തരം ചില യൂട്യൂബ് ഹാജിമാരും അതുപോലെ തന്നെ മതത്തെ വിറ്റ് പുരോഹിതന്മാർ അള്ളാഹു രോഗങ്ങളും പ്രതിസന്ധികളും കഷ്ടനഷ്ടങ്ങളും വരുമ്പോൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ നീട്ടേണ്ടതിനു പകരം ജ്യോത്സ്യന്മാരിലും മാല, അതുപോലെ തന്നെ അത്തരം നൂല്, ഏലസ്, ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ പാമര ജനങ്ങളെ കൊണ്ടുപോകുന്ന ആ കാര്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ വെറും ഒരു കേവലം പാരായണ രൂപത്തിലേക്ക് പോകാതെ അതിനപ്പുറം അള്ളാഹു എന്താണ് നമ്മളോട് പറഞ്ഞത്. കോടതിയിൽ നിന്നൊരു ലെറ്റർ നമുക്ക് വന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു ലെറ്റർ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലൊരു മെസ്സേജ് വന്നാൽ അത് മനസ്സിലാക്കാൻ നാം ശ്രമിക്കാറുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാനും അതുൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത്, ഖുർആനിൻ്റെ മഹണോദാഹരണങ്ങളായിരുന്ന റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ ജീവിതം എപ്രകാരമാണോ അപ്രകാരം ആ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് നന്മയിലായി ജീവിക്കുവാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.